നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം KSRTC സ്റ്റാൻഡിലാണ്. ഇവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്നും മുണ്ടക്കൈ ദുരിതത്തിലേക്കുള്ള സഹായവുമായി ഒരു KSRTC ബസ് എത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ബസ്സാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ നിരവധി ആളുകൾ ഈ ട്രിപ്പ് സർവീസ് മുടക്കാതെ തന്നെ ഈ സഹായവുമായി KSRTC ഫാൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈയിലേക്ക്, വയനാട് മുണ്ടക്കൈയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ചങ്ങനാശ്ശേരിയിലെ KSRTC ജീവനക്കാരും ഫാൻസും അതുപോലെ തന്നെ പാത്താമുട്ടം ശ്രീബാപ്പള്ളി യുവജന പ്രസ്ഥാനവും പനച്ചിക്കാട് ക്ഷേത്രം കൃഷ്ണൻ നമ്പൂതിരിയുമാണ്. അതുപോലെ തന്നെ വാഴക്കള്ളി നെച്ചാട്ട് കുടുംബവും ഈ ഒരു സഹായ ഹസ്തവുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ KSRTC ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നു. ചേട്ടാ, പേരെങ്ങനെയാണ്? തോമസ് ജോൺ. എങ്ങനെയാ ഈ ഒരു യാത്ര? സർവീസോട് കൂടി തന്നെയാ പോകുന്നത്. നമുക്ക് നമ്മുടെ വയനാട് ജനങ്ങൾക്ക് ഒരു സഹായഹസ്തവുമായിട്ടുള്ള പോക്കാം. സാധനം ഒക്കെ നമ്മുടെ കൂടെ രാഹുൽ, എങ്ങനെയാ? നമസ്കാരം. അതായത് നമ്മൾ മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിന്റെ അതുപോലെ തന്നെ റിലേറ്റീവ് എല്ലാവരുടെയും നമ്മൾ കളക്ട് ചെയ്തിട്ട്, കാരണം നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒരു പ്രോബ്ലം എങ്ങനെ പറ്റിയാൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യും. സോ ദാറ്റ്സ് ഐ ഡിഡ് ഹിയർ. എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ? മാക്സിമം 5 ദിവസം കൊണ്ടാണ് ഞങ്ങളെല്ലാം. ഒരാളുടെ പ്രയത്നമല്ല, ഒരു കൂട്ടായ്മയുടെ പ്രയത്നമാണ്. അതിനകത്ത് നമ്മൾ മെയിൻലി പറയേണ്ടത് സന്തോഷ് കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. പുള്ളി ഒരു യൂട്യൂബർ കൂടിയാണ്. പുള്ളിയും കൂടെ നമ്മളുടെ ഓർക്കുന്നു. അതുപോലെ തന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. മെയിൻലി ഇത് ഏത് രാത്രിയിലും എന്നോടൊപ്പം ഇത്രയും ഏത് നിമിഷവും എപ്പോൾ ജടവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരുന്ന കുറെ ആൾക്കാർ ഇതിൻ്റെ കൂടെ ഉണ്ട്. സോ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ഇനിയും ചെയ്യണമെന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന സോപ്പ്, ചീപ്പ്, അതുപോലെ തന്നെ ഡ്രസ്സസ്, ഇതൊക്കെയാണ് നമ്മൾ മാക്സിമം ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു 10 ദിവസം കഴിഞ്ഞാൽ യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ. ഫുഡ് ഐറ്റംസ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, കാരണം അതൊരു ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അത് വേസ്റ്റാണ്. സോ നമുക്ക് നാളെയിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് മൊത്തം. ബുക്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തേക്കാം. ഇവരുടെ കൂട്ടായ്മ വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം സമൂഹത്തില് ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു കൈത്താങ്, അവർക്ക് ഒരു കുറച്ചു നാളത്തേക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അത് വളരെ നല്ലൊരു കാര്യമാണിത്. ട്രിപ്പ് വണ്ടി തന്നെയാണോ? അതെ. അവിടെ KSRTC ഇതിന്റെ അവിടെ വരെ എത്തിക്കാനുള്ള ചുമതല KSRTC. യാത്രക്കാരുടെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം. കാര്യം സ്പേസ് ഒക്കെ എല്ലാം ഇതിന് വേണ്ടിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതിന് വേണ്ടിട്ട് സഹകരിക്കുന്നു. നമ്മൾ കോട്ടയത്ത് എത്ര മിനിറ്റ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ? ഇപ്പൊ ഉടനെ പോവുക. നമുക്ക് വണ്ടിക്കകത്ത് യാത്രക്കാരെ സംസാരിക്കാം. ഇപ്പോൾ വാഹനത്തിനുള്ളിൽ നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് ദുരിത സഹായമായി പോകുന്ന വാഹനത്തിലുള്ള ഇതിനുള്ളിലെ സാധനങ്ങളെല്ലാം നമുക്കിപ്പോൾ കാണാം. ഇവിടെ ഇതൊക്കെ നമ്മുടെ വെച്ചിരിക്കുന്നതാണോ? ഈ സാധനങ്ങളെല്ലാം ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇവിടെ ദുരിതാശ്വാസ സഹായമായി പോകുന്നൊരു ട്രിപ്പ് പോകുന്ന വാഹനത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ദുരിതാശ്വാസ സഹായം എത്തിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള KSRTC ബസ്സാണ്. കുഴപ്പമില്ല, നിങ്ങൾ യാത്രക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വളരെ ഭംഗിയായി പാക്ക് ചെയ്ത് തന്നെ ഇവർ കൊണ്ടുപോകുന്ന കാഴ്ച. ഇതൊക്കെ നമ്മളെങ്ങനെ പാക്ക് ചെയ്ത് എടുത്തിരുന്നത്? നമുക്ക് എല്ലാവരും പാക്ക് ചെയ്തോണ്ട് പോകാൻ വേണ്ടി ഞങ്ങള് വൈകിട്ട് ഇന്നലെ രാത്രി ഇരുന്ന് പാക്ക് ചെയ്ത സാധനങ്ങളും ഉണ്ട്, അല്ലാതെ പാക്കറ്റ് ആയിട്ട് വന്നവരുണ്ട്. ഈ KSRTC ഫ്രണ്ട്സ് ക്ലബ് എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി രൂപീകരിച്ചിരിക്കുന്നതാണോ അതോ എങ്ങനെയല്ല? രൂപീകരണമില്ല, ഞങ്ങളൊരു കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. സ്റ്റാഫാണ് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ. ബസ് എടുക്കാറായോ? ഇല്ല, കുഴപ്പമില്ല. നമ്മളെ യാത്രക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലാണ് നമ്മളെ കഴിവ്. 2019 നമ്മളുടെ ഏത് വണ്ടി, ഏത് സർവീസാണ് ഇത്? ചങ്ങനാശ്ശേരിയിൽ നിന്ന് നടവിൽ പോകുന്ന വണ്ടിയാണ്. സാധാരണ എല്ലാ ദിവസവും ഉള്ളതാണ്. 41 വർഷമായിട്ട് മുടങ്ങാത്ത സർവീസ് ചങ്ങനാശ്ശേരി എന്നുള്ളത്. ഈ ഫാൻസ് ക്ലബ് എന്ന് പറയുന്ന ഈ ബസ്സിൽ പോകുന്ന ആൾക്കാരുടെ അല്ലല്ല, മൊത്തത്തിൽ നമ്മുടെ KSRTC ഫാൻസ്, ചങ്ങനാശ്ശേരിയിലെ ഫാൻസ്. അതെ, ചങ്ങനാശ്ശേരി KSRTC ഫാൻസ്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട 2 വലിയ ആൾക്കാരുണ്ട്, ഒരു സഭ തന്നെയുണ്ട്. അതായത് നമ്മുടെ പാത്താമുട്ടം സെന്റ് സ്ലീവ ചർച്ചില് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് നമ്മളെ മാൾട്ടയിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സോണി, അവനോടൊന്ന് പറയാൻ ഒരു രാത്രി പോലും ഇല്ലാതെ എന്നെ വിളിച്ചോണ്ടിരിക്കുക എന്തായി എന്നുള്ള അപ്ഡേറ്റും. അതുപോലെ തന്നെ യോഹൻ സി മാമൻ ഒരു ആളുണ്ട്, പുള്ളിയാണ് അവിടുന്ന് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂട്ടുകാരെ പേരെടുത്ത് പറയാൻ എനിക്ക്, കാരണം പേരുകൾ ചോദിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. സോ അവരെ നമ്മൾ ഈ സമയത്തിൽ ഓർമ്മിക്കുന്നു. ഒരിക്കലും മറന്നുപോയതല്ല. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരോടും നന്ദി ഞാൻ ഇതിലൂടെ അറിയിക്കുകയാണ്. തിരിച്ചും ഇതുപോലെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഞങ്ങളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്ന്. താങ്ക് യു. ഈ യാത്രക്കാരെല്ലാവരും ഒരു പോകാൻ കൂടി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാത്ര തുടരാം, കുഴപ്പമില്ലല്ലോ.
അപ്പോൾ ഏതായാലും കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ് ഈ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള KSRTC ബസ് സഹായ സാമഗ്രികളുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കോട്ടയത്തു നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ വാഹനം സർവീസ് ആരംഭിക്കും. ഇപ്പോൾ യാത്രക്കാരടക്കം ഈ ബസ്സിൽ കയറുന്നുണ്ട്. വയനാട് പനമരം റൂട്ടിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും വയനാട് പനമരം റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സാണ് ഇപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. ഏതായാലും ദുരിതാശ്വാസ സഹായവുമായി എത്തുന്ന ഈ ബസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നടവയലാണ്, ചങ്ങനാശ്ശേരി നടവയൽ റൂട്ടിലാണ്, വയനാട് നടവയൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. ഏതായാലും ഈ യാത്രക്കാർക്കും അതുപോലെ തന്നെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിനുള്ള ആശംസകൾ നേരുന്നു. ഇത്തരമൊരു ഉദ്യമം ഇനിയും നടത്താൻ ഇവർക്ക് ശക്തി നൽകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. കോട്ടയം KSRTC സ്റ്റാൻഡിൽ നിന്നും ടീം ജാഗ്രത.